ശരിക്കും അന്ന് ലെറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. ഈ ലെറ്റേഴ്സിൽ കൂടിയാണ് നമ്മളെല്ലാം അറിയുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സിനൊക്കെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന ലെറ്ററിൽ ഒരു രസകരമായിട്ടുള്ള ഒരു ലെറ്റർ ഏതായിരുന്നു? എനിക്ക് ഒരാൾ ബ്ലഡിൽ ലെറ്റർ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി എനിക്ക് ഇഷ്ടമാണ്, ടെസാനെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോടൊന്ന് പറഞ്ഞു, ബാബു ആൻ്റണിയെ കാണണോ, നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കാണാം എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ ബാബു ആൻ്റണി എന്നൊക്കെ ഇന്നത്തെ പോലെ സ്റ്റാർസ് അധികം ഇല്ല. ഞാൻ ഒരുപാട് പൗഡർ എല്ലാം വാരി തേച്ച് കണ്ണൊക്കെ എഴുതി. ഭയങ്കര ഹൈറ്റാണ്, ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഞാനൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് എന്നായിരുന്നു പറഞ്ഞിട്ട്. വന്ന കോളുകളിൽ എന്തെങ്കിലും രസകരമായിട്ട് കോളുകളുണ്ടോ? ഇല്ല, നമ്മളെ പറ്റി ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അവിടുന്ന് അവർ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ആക്ഷൻ കാണിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള ഫോൺ കോൾസും ഉണ്ട്. അന്ന് വരുമ്പോഴും ഈ മമ്മൂക്ക ഭയങ്കര കാഷ്വലായിട്ടും ഫ്രീ ആയിട്ടുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ പോകുമ്പോഴും എനിക്ക് മമ്മൂക്കയെ കാണുമ്പോൾ ഒരു ഇത്രയും സൂപ്പർ സ്റ്റാർ, ഇത്രയും സീനിയർ, അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു. ഡെഫിനറ്റ്ലി ആ ഒരു ബഹുമാനം എപ്പോഴും ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് എന്നെ കാണുന്നേ ഇല്ല. 1 or 2 സ്ഥലത്ത് മാത്രം അപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. ഞാൻ തിയേറ്ററിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞ് ഞാനങ്ങ് ഉരുകുകയായിരുന്നു. ഞാൻ ഓർത്ത് ദൈവമേ, ഒരു റീ എൻട്രി പ്രതീക്ഷിച്ചിട്ട് ഞാൻ തിയേറ്ററിൽ കയറാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഒരാൾ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഒരു തവണ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു റീ എൻട്രി എപ്പോഴും ഒരു ആക്ടറിന് ഭയങ്കര, കാരണം ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കുറേ നാൾ ഗ്യാപ്പ് എടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെ മറക്കും.